ഹായ് ഹലോ നമസ്തേ. കഫ്ലിക്സിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നിലമ്പൂർ ഇലക്ഷനെ പറ്റിയാണ്. അതായത് ഇപ്പോൾ ന്യൂസ് ചാനലിൽ പൊതുവെ ഓണാക്കുമ്പോൾ തന്നെ വരുന്നതാണ്, എല്ലാവരും ശ്രദ്ധിക്കുന്ന ഒരു കാര്യം. ഒരു പെട്ടെന്നുണ്ടായ ഒരു ഉപതെരഞ്ഞെടുപ്പ്, ആ ഉപതെരഞ്ഞെടുപ്പിന്റെ ആവശ്യകത എത്രത്തോളം ഉണ്ടെന്ന് ചർച്ച ചെയ്യേണ്ടിയിരിക്കുന്നു. അപ്പൊ അതിലേക്ക് കടക്കുന്നതിന് മുന്നേ നമുക്ക് ആദ്യം നിലമ്പൂർ മണ്ഡലത്തെ കുറിച്ച് സംസാരിക്കാം. 1965 നിലവിൽ വന്ന ഒരു മണ്ഡലമാണ് നിലമ്പൂർ മണ്ഡലം. മലപ്പുറം ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ആ മണ്ഡലത്തെ കുറിച്ച് പറയുമ്പോൾ തന്നെ ആദ്യം ഓർമ്മ വരുന്ന പേര് നമ്മുടെ ബഹുമാനപ്പെട്ട മുൻ വൈദ്യുതി മന്ത്രിയായിരുന്ന ആര്യാടൻ മുഹമ്മദിന്റെ പേരാണ്. 2011 വരെ, 1987 മുതൽ 2011 വരെ തുടർച്ചയായി ആര്യാടൻ മുഹമ്മദ് അവിടെ നിന്ന് നിലമ്പൂർ മണ്ഡലത്തിൽ നിന്ന് വിജയിച്ചു വരികയാണ് ഉണ്ടായത്. അതിനുശേഷം കോൺഗ്രസിന്റെ കുത്തകയായിരുന്ന മണ്ഡലം 2016 PV അൻവർ എന്ന സ്വതന്ത്രനിലൂടെയാണ് CPM അല്ലെങ്കിൽ LDF തിരിച്ചുപിടിക്കുന്നത്. അതിനുശേഷം 2021 PV അൻവർ തന്റെ വിജയം തുടരുകയുണ്ടായി. ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, 2016 ആദ്യമായി PV അൻവർ അവിടെ വിജയിച്ചു കയറുമ്പോൾ കോൺഗ്രസിന് വേണ്ടി എതിർ സ്ഥാനാർത്ഥിയായി മത്സരിച്ചത് ഈ ഉപതെരഞ്ഞെടുപ്പിലും കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായ ആര്യാടൻ ഷൗക്കത്ത് തന്നെയായിരുന്നു. അപ്പൊ നമുക്കിനി നിലവിലെ നിലമ്പൂരിലെ രാഷ്ട്രീയ സാഹചര്യത്തെ കുറിച്ച് കിടക്കാം. എങ്ങനെയാണ് ഈ ഉപതെരഞ്ഞെടുപ്പിലേക്ക് എത്തിയത് എന്നതിലേക്ക് നമുക്ക് സംസാരിക്കാം. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ശരിക്കും ആവശ്യമില്ലാത്തൊരു ബൈ ഇലക്ഷനാണത്. അതായത് PV അൻവർ കാരണമാണ് ഇങ്ങനെ ബൈ ഇലക്ഷൻ ഉണ്ടായത്. അപ്പോൾ ഈ പിണറായിസത്തിനെതിരെ, പിണറായിയുടെ ഏകാധിപത്യത്തിനെതിരെ എന്ന് ഒരു വാക്യം പറഞ്ഞുകൊണ്ടാണ് PV അൻവർ ആ ഒരു പാർട്ടിയിൽ നിന്ന് ഇറങ്ങി വന്നത്. അതിനെല്ലാം ഉപരി അടുത്ത വർഷം കേരളം ഒട്ടാകെ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ ഒരുങ്ങുകയാണ്. ഈ ഒരു വർഷത്തെ ഇടവേളയിലിടയ്ക്ക് ചെലവാണ്, ആൾക്കാർക്ക് ബുദ്ധിമുട്ടാണ്. ഇത്തരത്തിലൊരു ഉപതെരഞ്ഞെടുപ്പിന്റെ ആവശ്യകത ഇല്ല എന്നുള്ളൊരു നിഗമനമാണ് എല്ലാവർക്കും ഉണ്ടായിരുന്നത്. പക്ഷേ കേരളത്തിന്റെ രാഷ്ട്രീയ സാഹചര്യത്തെ ഈ ഉപതെരഞ്ഞെടുപ്പ് എങ്ങനെ ബാധിക്കും എന്നുള്ളതാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. കാരണം ഒരുപാട് കാലത്തെ ഇടവേളയ്ക്ക് ശേഷം ഇടതുപക്ഷം സ്വന്തം ചിഹ്നത്തിൽ നിലമ്പൂർ മണ്ഡലത്തിൽ മത്സരിക്കുന്ന ഒരു അവസരമാണ്. അതും ശക്തനായ M സ്വരാജ് എന്ന പാർട്ടിയുടെ കരുത്തനായ ഒരു യുവ നേതാവിനെ നിലമ്പൂർ മണ്ഡലത്തിലേക്ക് കൊണ്ടുവന്ന് ആര്യാടൻ ഷൗക്കത്തിനെതിരെയും അതുപോലെ PV അൻവറിനെയും, സാധാരണ ത്രികോണ പോരാട്ടം എന്ന് നമ്മൾ കേരളത്തിൽ പലയിടത്തും പറയുമെങ്കിലും അത് 3 പാർട്ടികൾ തമ്മിലുള്ള പോരാട്ടമാണ്. പക്ഷെ ഇവിടെ 3 വ്യക്തികൾ തമ്മിലുള്ള പോരാട്ടമായിട്ട് നിലമ്പൂരിലെ ഈ ഉപതെരഞ്ഞെടുപ്പ് മാറിയിരിക്കുകയാണ്. ഇപ്പോൾ ഈ PV അൻവറിന്റെ കാര്യം പറഞ്ഞല്ലോ. ഇപ്പോൾ PV അൻവർ പിണറായിസത്തിനെതിരെ എന്ന് പറഞ്ഞപ്പം പിണറായി തിരിച്ചു പറഞ്ഞത് വഞ്ചകൻ എന്നാണ്. അപ്പോൾ ഇത് രണ്ടും നമ്മുടെ വോട്ടേഴ്സ് എങ്ങനെയാണ് രണ്ടുപേരുടെയും ആ ഒരു അഭിപ്രായങ്ങൾ എങ്ങനെയാണ് എടുക്കുന്നതെന്നാണ് നമ്മളിത് നോക്കേണ്ടത്. അത് നമ്മൾ പറയേണ്ടതെന്ന് വെച്ചാൽ ആര്യാടൻ ഷൗക്കത്തിന് വേണ്ടി ഇപ്പോഴത്തെ നിലവിലെ വയനാട് MP കൂടിയായ പ്രിയങ്ക ഗാന്ധിയാണ് പ്രചരണത്തിലെത്തിയത്. M സ്വരാജിനായി മുഖ്യമന്ത്രി 3 ദിവസമായി നിലമ്പൂർ തന്നെ ക്യാമ്പ് ചെയ്താണ് അദ്ദേഹം തന്റെ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതേസമയം PV അൻവറിനായി നേരിട്ട് കളത്തിലേക്ക് വന്നത് തൃണമൂൽ MP ആയ യൂസഫ് പത്താനാണ്. യൂസഫ് പത്താൻ വരിക മാത്രമല്ല, പറഞ്ഞത് ഈ ഇലക്ഷൻ കഴിയുമ്പോൾ PV അൻവർ മാൻ ഓഫ് ദ മാച്ചായി തിരിച്ചു വരുമെന്നാണ് പറഞ്ഞത്. അതേസമയം പിണറായി വിജയൻ, കേരളത്തിന്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, ഒരേ സമയം PV അൻവറിനെ കടന്നാക്രമിക്കുന്നതിനോടൊപ്പം ആര്യാടൻ ഷൗക്കത്തിനെയും കോൺഗ്രസിനെയും കൂടി സമ്മർദ്ദത്തിലാഴ്ത്താനുള്ള ശ്രമങ്ങൾ നടത്തുകയുണ്ടായി. അതിന്റെ അവസാന ദിനം പിണറായി വിജയൻ, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, നടത്തിയ നീക്കമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അദ്ദേഹം ഇസ്രയേലിനെതിരെയാണ് ആഞ്ഞടിക്കുകയുണ്ടായത്. ഇസ്രയേലിനെ തെമ്മാടി രാജ്യം എന്നാണ് അദ്ദേഹം വിശേഷിപ്പിച്ചത്. അതിനോടൊപ്പം ഇസ്രയേലിലുള്ള സിയോണിസ്റ്റുകളെ RSSുമായി താരതമ്യം ചെയ്താണ് അദ്ദേഹം സംസാരിച്ചത്. അപ്പൊ നമ്മുടെ ശ്രദ്ധ നിലമ്പൂർ മണ്ഡലത്തിലെ സാധാരണയായിട്ടുള്ള രാഷ്ട്രീയ വിഷയം, എല്ലാ മണ്ഡലങ്ങളിലെയും പോയ അടിസ്ഥാനപരമായ വികസനം, റോഡായാലും സ്കൂളായാലും അങ്ങനെയുള്ള അടിസ്ഥാനപരമായ വികസനങ്ങൾ. അതിനോടൊപ്പം അവിടെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം വന്യജീവികളുടെ ആക്രമണമാണ്. കഴിഞ്ഞ ദിവസം പോലും ഒരു പന്നിയെ പിടിക്കാൻ വെച്ച കെണിയിൽ വീണ് അല്ലെങ്കിൽ അതിൽ നിന്ന് അപകടം ഉണ്ടായ ഒരു വിദ്യാർത്ഥിയുടെ ദാരുണമായ അന്ത്യം നമ്മൾ കണ്ടതാണ്. അതിനെ രാഷ്ട്രീയവൽക്കരിച്ചു. അതെ, പ്രിയങ്ക ഗാന്ധി കഴിഞ്ഞ അവസാന കൺവെൻഷനിൽ പോലും ഉയർത്തിക്കാട്ടിയ ഒരു വിഷയം ഈ കുട്ടിയുടെ മരണമായിരുന്നു. അപ്പോൾ അതെല്ലാം ചർച്ച ആവുന്ന ഒരു മണ്ഡലത്തിൽ ഈ തെരഞ്ഞെടുപ്പിന് 2 ദിനങ്ങൾ മാത്രം ബാക്കിയുള്ളപ്പോൾ തന്റെ അവസാന കൺവെൻഷനിൽ മുഖ്യമന്ത്രി ഉന്നയിച്ചത് ഇസ്രയേലിനെതിരെയാണ്, അല്ലെങ്കിൽ ഇസ്രയേൽ-ഇറാൻ യുദ്ധത്തിനെ കുറിച്ചാണ്. അപ്പൊ നമുക്ക് അതിനെ കുറിച്ചുകൂടി കുറച്ച് പറയാം. ഇപ്പം ഇത് ഇതിന്റെ കൂടെ പറയുകയാണ്, ഇപ്പൊ കൊട്ടിക്കലാശം നടന്നുകൊണ്ടിരിക്കുകയല്ലേ ഇപ്പോൾ. അപ്പം അതിനകത്ത് BJP കാൻഡിഡേറ്റായ മോഹൻ ജോർജ് പറഞ്ഞൊരു കാര്യം,
പിണറായി ഇപ്പോഴും പറയുന്നത് അവിടെ ഗാസയെ പറ്റിയും പാലസ്തീനെ പറ്റിയാണ്. പക്ഷെ ഞങ്ങളിവിടെ പറയുന്നത് നിലമ്പൂരിന്റെ വികസനത്തെ പറ്റിയാണെന്നാണ് അയാളിപ്പം പറഞ്ഞത്, മോഹൻ ജോർജ്. BJPക്കും ഈ ഇലക്ഷൻ ഒരു കണക്കിന് നോക്കുമ്പോഴത്തേക്കും വളരെ നിർണായകമാണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. കാരണം അവർക്ക് ഒത്തിരി നാളുകൾക്ക് ശേഷം അവരുടെ തലപ്പത്തൊരു മാറ്റം വന്നതിന് ശേഷം കെ സുരേന്ദ്രൻ എന്ന സംസ്ഥാന അധ്യക്ഷനെ മാറ്റി രാജീവ് ചന്ദ്രശേഖരൻ വന്നതിന് ശേഷമുള്ള ആദ്യത്തെ തെരഞ്ഞെടുപ്പാണ്. അതും ആദ്യം അവരുടെ തീരുമാനം വെറുതെ ദൂർത്താണ്, അധിക ചെലവാണ്, ഇത്തരത്തിലുള്ള ഒരു ഉപതെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയെ നിർത്തേണ്ടതില്ല എന്നൊരു തീരുമാനത്തിലേക്ക് പോയതിനു ശേഷമാണ് പെട്ടെന്ന് പൊടുന്നനെ മോഹൻ ജോർജ് സ്ഥാനാർത്ഥിയാവുന്നതും ഇന്നലെ രാജീവ് ചന്ദ്രശേഖർ നേരിട്ടെത്തി പ്രചാരണം നയിക്കുന്നത് നമ്മൾ കണ്ടതാണ്. അപ്പൊ BJP സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു വിജയപ്രതീക്ഷ ഇല്ലെങ്കിൽ പോലും അവർ പഠിക്കുന്ന വോട്ട് 3 സ്ഥാനാർത്ഥികളുടെ വിജയത്തിനെയും എങ്ങനെ ബാധിക്കും എന്നുള്ളതാണ് അവരെ സംബന്ധിച്ചിടത്തോളം. ഇറാൻ ഇസ്രായേലിനെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ രാജ്യം ഇസ്രായേലിന് നിരുപാധിക പിന്തുണ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇസ്രായേലുമായി വളരെ ചങ്ങാത്തത്തിലുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ. നെതന്യാഹു നമ്മുടെ ബഹുമാന്യായ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായിട്ട് വളരെ അടുത്ത ബന്ധത്തിലാണുള്ളത്. അതുപോലെ തന്നെ അമേരിക്കയും ബാക്കി രാജ്യങ്ങളും എല്ലാം UN ഉൾപ്പെടെ എല്ലാവരും ഇസ്രായേലിനൊപ്പം നിലകൊള്ളുന്ന ഒരു സാഹചര്യത്തിലാണ് ഇവിടെ നമ്മുടെ മുഖ്യമന്ത്രി ഇസ്രായേലിനെ കടന്നാക്രമിക്കാൻ ശ്രമിച്ചതെന്നുള്ളത് ഏത് തരത്തിലുള്ള രാഷ്ട്രീയ സന്ദേശമാണ് നൽകുന്നത് കൂടി നിലമ്പൂരിൽ ചർച്ച ചെയ്യപ്പെടും. അതിനപ്പുറം ഇന്ത്യൻ രാഷ്ട്രീയത്തിലേക്ക് കടക്കുമ്പോൾ തന്നെ ഈ പ്രസ്താവന ഏതെങ്കിലും തരത്തിൽ വിവാദമാകുമോ എന്നുള്ളതാണ് ഇനിയുള്ള ദിവസങ്ങളിൽ കാണാൻ പോകുന്നത്. ഇനി എന്താണ് ഇലക്ഷനിലെല്ലാം പ്രതിഫലിക്കുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇലക്ഷനിൽ എന്തൊക്കെ പ്രതിഫലിക്കുമെന്ന് കഴിഞ്ഞ തവണ 2021 കണക്കനുസരിച്ച് 2,25,000 പരം വോട്ടർമാരുള്ള ഒരു മണ്ഡലമാണ് നിലമ്പൂർ. കഴിഞ്ഞ തവണ 1,73,000 പരം വോട്ടുകൾ പോളും ചെയ്യപ്പെട്ടിരുന്നു. ഇത്തവണ ഇത്തരത്തിൽ പെട്ടെന്ന് നടക്കുന്ന ഒരു ഉപതെരഞ്ഞെടുപ്പിലേക്ക് എത്ര പോളിംഗ് ശതമാനം ഉണ്ടാവും, എത്രത്തോളം ആളുകൾ പോളിംഗ് ബൂത്തിലേക്ക് എത്തി വോട്ട് ചെയ്യും? പിന്നെ ഇത് പുറകെ പറയുകയാണെങ്കിൽ ക്ലൈമറ്റ് ഒരു പ്രധാന പ്രശ്നമാണ്. ഇന്ന് PV അൻവറിന്റെ അടുത്ത് മൈക്കൊണ്ട് വെച്ചപ്പോൾ പുള്ളി പറഞ്ഞ ഒരു കാര്യത്താണ്, രാഷ്ട്രീയം മാത്രമല്ല ക്ലൈമറ്റ് ഒരു കാരണമാണ്, എത്ര പേര് വോട്ടിടാൻ വരുന്നു എന്ന് പുള്ളി പറഞ്ഞു. എനിക്കത് കണ്ടപ്പം പുള്ളിക്കൊരു ഡൗട്ട് വന്ന് തുടങ്ങിയിട്ടുണ്ടായിരിക്കും. പക്ഷെ PV അൻവർ ഇപ്പോൾ എന്താ കൊട്ടിക്കലാശത്തിൽ പോലും പങ്കെടുക്കുന്നില്ല. പറയാനുള്ള കാര്യമാണ്. ഇപ്പൊ ഞാൻ ലൈവ് കണ്ടോണ്ടിരിക്കുവായിരുന്നു. അപ്പൊ എല്ലാവരും കൊട്ടിക്കലാശത്തിൽ നിന്ന് ബഹളം വെക്കുന്നു, ഡാൻസ് കളിക്കുന്നു. പക്ഷെ ഈ സമയം PV അൻവർ ഓരോ കടകളിൽ ചെന്ന് അവരുടെ അടുത്ത് നേരിട്ട് വോട്ട് ചോദിക്കുകയാണ് ചെയ്തത്. കാരണം അദ്ദേഹം കഴിഞ്ഞ ദിവസം നടത്തിയ റോഡ് ഷോയിൽ വലിയ രീതിയിലുള്ള ജനപങ്കാളിത്തം ഉണ്ടായിരുന്നു. യൂസഫ് പത്താം പങ്കെടുത്ത് നമ്മൾ കണ്ടതാണ്. പക്ഷെ ഇന്ന് കൊട്ടിക്കലാശത്തിന് 2 മുന്നണികളും അതിഗംഭീരമായിട്ടുള്ള കൊട്ടിക്കലാശം നടത്തുന്നു, ഒരുപാട് ആളുകൾ കൂടുന്നു. അപ്പോഴും PV അൻവർ അതൊന്നും ചെയ്യുന്നില്ല. പക്ഷെ അതിന് ചോദ്യത്തിന് ഉത്തരമായിട്ട് അദ്ദേഹം പറയുന്നത്, ഞാൻ വിജയം ഉറപ്പിച്ചു കഴിഞ്ഞു, ജനങ്ങൾ എന്നെ ഏറ്റെടുത്ത് കഴിഞ്ഞു, ഇനി എനിക്കൊന്നും ചെയ്യാനുള്ള രീതിയിലാണ്. അപ്പൊ ഇവരെല്ലാവരും ഉന്നയിക്കുന്ന കാര്യങ്ങൾ, ഈ പ്രശ്നങ്ങൾ എങ്ങനെ ജനങ്ങളിൽ പ്രതിഫലിക്കും, ഈ പറയുന്ന വാഗ്ദാനങ്ങൾ എത്രത്തോളം വോട്ടായി മാറും എന്നെല്ലാം നമുക്ക് 23-ാം തീയതി അറിയാം. ഇപ്പൊ ഇതൊക്കെയാണ് നമുക്ക് ഇലക്ഷനെ പറ്റി പറയാനുള്ള കാര്യം. എൻ്റെ ഒരു പ്രൊഡിക്ഷൻ ഉണ്ട്, സ്വരാജ് 1-ാമതും ഷൗക്കത്ത് 2-ാമതും വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ അഭിപ്രായം എന്താണ്? എന്തായാലും PV അൻവർ ജയിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ അദ്ദേഹം പിടിക്കുന്നത് ആരുടെ വോട്ടായിരിക്കും എന്നത് വിജയത്തെ നിർണ്ണയിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പോൾ നമുക്ക് ഇലക്ഷന് ശേഷം ഒന്നും കൂടെ കാണാം അല്ലേ? അപ്പോൾ പുതിയ എപ്പിസോഡ് വീണ്ടും വരാം. അതുവരെ